നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കറികളിലും അതുപോലെ തന്നെ മറ്റ് ഭക്ഷണത്തിലൊക്കെ നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മഞ്ഞൾ. മഞ്ഞൾ ഉപയോഗിക്കാത്ത വീട് കുറവായിരിക്കും. കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. ഈ മഞ്ഞൾ കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും മഞ്ഞൾ കൊണ്ട്. ഇൻഷാ അല്ലാഹ് മഞ്ഞൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് മഞ്ഞൾ ഉപയോഗിച്ചാലുള്ള ഗുണം, മഞ്ഞൾ ഉപയോഗിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താണ്, ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞുതരാം. ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന കുറേ നേട്ടങ്ങളും ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ശാരീരികമായും മാനസികമായും ഒക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു മഹത്തായ ഒരു ഔഷധം തന്നെയാണ് മഞ്ഞൾ. പക്ഷേ അതുകൊണ്ടുള്ള ആത്മീയമായ ഗുണങ്ങളെ പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനായി കേട്ട് നോക്കുക, അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇന്ന് പാചകമായിട്ടാണോ വന്നതെന്ന് ചിന്തിക്കേണ്ട, പാചകമല്ല. നമ്മൾ പാചകത്തിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മഞ്ഞൾ. മഞ്ഞൾപ്പൊടി ഇടാത്ത കറി ഉണ്ടാവില്ല എന്ന് അല്ലേ. അധിക കറികളിലും ഭക്ഷണത്തിലൊക്കെ നമ്മൾ ചേർക്കുന്നൊരു സംഗതിയാണ് മഞ്ഞൾ. എന്തിനാണ് മഞ്ഞൾ പൊതുവെ പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ചു വരുന്ന സാധനമാണല്ലോ. പൊതുവേ ഈ എന്തെങ്കിലും നമ്മുടെ ഫുഡിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞളിലെ കണ്ടന്റ്. അതിൽ എന്ത് ചെയ്യും, ഈ വിഷാംശങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു പവർ ഉണ്ട് അല്ലേ. നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കുറേ നേരം മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട്, മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ പുറത്തുള്ള വിഷാംശ കണ്ടന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ എന്ന് എഴുതിയിട്ടാണ്. നമുക്കുള്ളൊരു ബേസിക് അറിവാണത്. ഇതുപോലെ തന്നെ മഞ്ഞളിന് കുറേ ഗുണങ്ങളുണ്ട്. മഞ്ഞൾ കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം. പക്ഷേ ഏത് മഞ്ഞളാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി, കവറിൽ പാക്കറ്റിൽ വരുന്ന മഞ്ഞപ്പൊടിയാണോ, അതാണോ ഉപയോഗിക്കേണ്ടത്? മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നിടത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എല്ലാ പൊടികളും ഇപ്പോൾ പാക്കറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത്, ഇനി പാക്കറ്റ് കച്ചവടം നടത്തുന്ന ആരെങ്കിലും ഇത് എൻ്റെ വീഡിയോ കേട്ടിട്ട് അവരുടെ കച്ചവടം മുടക്കിയെന്ന് പറയല്ലേ. ഞാൻ പൊതുവേ ഉള്ളൊരു അറിവാണ് പറയുന്നത്. മഞ്ഞപ്പൊടി പാക്കറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ കച്ചവടമാണ്, ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ പ്യുവറായിട്ടുള്ള മഞ്ഞപ്പൊടി തന്നെ ആകണം എന്നില്ല, ക്വാളിറ്റിയുള്ള മഞ്ഞപ്പൊടി തന്നെ ആകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മഞ്ഞൾ വാങ്ങിയിട്ട് നമ്മുടെ വീടുകളിൽ ഉണക്കി പൊടിക്കലായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ല ഉഷാർ മഞ്ഞപ്പൊടി കേട്ടോ. ഏത് മഞ്ഞപ്പൊടി ഉപയോഗിച്ചാണ് ഏറ്റവും നല്ല ഗുണം കിട്ടുന്നത്, എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് മഞ്ഞളിൻ്റെ ഒരു 11 ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ. 11 ഗുണം. എല്ലാം കൂടെ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. മാക്സിമം പറ്റുന്നത്ര ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. രോഗങ്ങളിൽ നിന്നൊക്കെ വിട്ട് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ മഞ്ഞൾ, ഞാൻ ഇപ്പോൾ പറയുന്നത് പൊതുവായിട്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ ഇത് ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിമിന് മാത്രമല്ല, ഹൈന്ദവന് മാത്രമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഗുണങ്ങളായി പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റിയൊരു സാധനമാണ് മഞ്ഞൾ എന്നുള്ളത്. നമ്മുടെ ഭക്ഷണത്തിൽ അത് കൂടുതലായി ഉപയോഗിക്കൽ, കൂടുതലായിട്ടല്ല ഒരു പരിധിക്ക് കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മിതമായ രൂപത്തിൽ മഞ്ഞൾ ഉപയോഗിക്കൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാൻ കാരണമായി തീരും. ഞാൻ മുമ്പ് ഈ ഹെൽത്ത് പരമായിട്ടുള്ള ക്ലാസ്സുകൾ അധികമായി കേൾക്കുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് എന്ത് കണ്ടന്റ് പറയുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ കൂടുതലായി പ്രതിപാദിക്കുന്ന, ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള പേരാണെന്ത്, ഈ മഞ്ഞൾ എന്നുള്ള വാക്ക്. മഞ്ഞൾ അതിനെപ്പറ്റി കൂടുതൽ എന്ത് ചെയ്യും, അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി എന്താണ്, കുർക്കുമിൻ എന്ന കണ്ടന്റിനെ പറ്റി ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യും, ചർച്ച ചെയ്യാറുണ്ട്. ഏത് ഈ മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റിനെ പറ്റി. മഞ്ഞളിൻ്റെ ഗുണം കിട്ടാൻ ഏറ്റവും മെയിനുള്ള കാരണമാണ് അതിൽ അടങ്ങിയിട്ടുള്ള ഈ കുർക്കുമിൻ എന്ന കണ്ടന്റ്. അതിൽ അടങ്ങിയിട്ടുള്ളതാണ് എന്ത് ഏറ്റവും കൂടുതൽ കാരണം, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമായി തീരുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ 1 കിലോ മഞ്ഞൾ പൊടിച്ചാലും ഈ കുർക്കുമിൻ എന്ന കണ്ടന്റ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. ഇത് 1 കിലോയിലും 1/2 കിലോയും ഈ സാധനം എന്നല്ല പറഞ്ഞത്, കുറച്ച് എന്താ അതിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മതി, നമുക്ക് ആ കുറവ് മതി നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന് ഈ എന്താണ് ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ അത് മതിയാവും. അപ്പം അതാണ് ഈ മഞ്ഞളിൽ നല്ല എന്താണ് ഗുണം ഉണ്ട് എന്ന് പറയാൻ കാരണം ഇല്ലേ. ഗോൾഡ് ആണല്ലോ, നമ്മുടെ നാടിൻ്റെ ഒരു ഗോൾഡ് തന്നെയാണെന്ത് മഞ്ഞൾ എന്നുള്ളത്. ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ മഞ്ഞൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി മറ്റൊന്ന് പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ നീർക്കെട്ട് മാറ്റിയെടുക്കാൻ പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ശരീരം നീർക്കെട്ട് ഉണ്ടാകുക പെട്ടെന്ന്. നീർക്കെട്ട് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ശരീരത്തിന് ബാധിക്കും. ഈ നീർക്കെട്ട് മാറ്റിയെടുക്കാൻ മഞ്ഞൾ ഉപയോഗിക്കുക മതിയാവും. മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടിൻ്റെ പ്രശ്നം എന്ത് ചെയ്യും, നമുക്കത് മാറ്റിക്കിട്ടും. അതുപോലെ തന്നെ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള ഒരു പവർ എന്തിനുണ്ട്, മഞ്ഞളിലുണ്ട്. മഞ്ഞൾ കൂടുതലായി ഉപയോഗിക്കുന്ന, മഞ്ഞൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ബാധിക്കൂല എന്നൊന്നും വാദമില്ല കേട്ടോ. ചില ആളുകൾ അങ്ങനെ തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മഞ്ഞൾ കൂട്ടുന്ന ആളാണ്, എനിക്ക് ക്യാൻസർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു കണക്കാക്കിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സാധ്യതകൾ കുറവാണ് എന്നാണ് അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെൽത്ത് നോക്കുന്ന ഒരാൾ, ശരീരത്തിന് കൃത്യമായിട്ട് കൊടുക്കേണ്ട പ്രോട്ടീനും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആൾ, അയാൾ മരിക്കൂല എന്നുണ്ടോ?
ജിമ്മിൽ പോകുന്നുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഹെൽത്ത് നോക്കുന്നുണ്ട്, ദിവസവും ഇത്ര ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഒഴിവാക്കുന്നുണ്ട്, ഉറക്കം കൃത്യമായിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയ ഒരാൾ അയാൾ മരിക്കൂല എന്നില്ലല്ലോ, മരിക്കും. അപ്പോൾ ആൾ കണക്കാക്കിയത് വരും. പക്ഷേ എന്താണ്, ഇപ്പം 1 വർഷം മുമ്പ് മരിക്കേണ്ട ചിലപ്പം 1 വർഷം കൊണ്ട് പിന്തിക്കാൻ ഇവരുടെ ഈ ഹെൽത്ത് നോക്കൽ ചിലപ്പോൾ എന്താ കാരണമായി തീരും ഇല്ലേ. ശരീരത്തെ അലസതയോടുകൂടി ഇങ്ങനെ നോക്കി പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് രോഗിയായി മരണപ്പെടാനൊക്കെ കാരണമായി തീരും. അപ്പോൾ അതില്ലാതിരിക്കാം ചിലപ്പോൾ അല്ലേ. അല്ലാതെ മരിക്കൂല എന്നോ അല്ലെങ്കിൽ രോഗം ബാധിക്കൂല എന്നൊന്നും അതിനർത്ഥമില്ല. ക്യാൻസർ പോലത്തെ സംഗതിയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അതിനുള്ള സംരക്ഷണം കിട്ടാനുള്ള ഒരു കണ്ടന്റ് എന്തിലുണ്ട്, മഞ്ഞളിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു അറിവുണ്ടാകുന്ന നല്ലതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് കൃത്യമായി നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഇടുന്നത് ശ്രദ്ധിക്കാൻ കാരണമായി തീരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിൽ വാങ്ങി ഈ ഉണക്കി പൊടിക്കുന്ന മഞ്ഞളായിരിക്കും ഏറ്റവും നല്ലത്, അതായിരിക്കും ഉപയോഗിക്കേണ്ടത്. അതായത് ഈ പാക്കറ്റ് മഞ്ഞളുകളൊക്കെ അവോയ്ഡ് ചെയ്യലാണ് നല്ലത്, അത് ഒഴിവാക്കാം. അതുപോലെ അലർജി, തുമ്മൽ പോലത്തെ വിഷയങ്ങളുള്ള ആളുകൾ, പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ അലർജി ഉണ്ടാവും, ചില ഭക്ഷണങ്ങൾ അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലൈമറ്റ് അലർജി വരുന്നവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അതിനൊന്ന് പ്രതിരോധിക്കാനുള്ള നല്ല ഒരു കണ്ടന്റ് തന്നെയാണ് മഞ്ഞൾ എന്നുള്ളത് അല്ലേ. മഞ്ഞൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചില ആളുകൾ മഞ്ഞളിട്ട വെള്ളം തിളപ്പിച്ച് എന്ത് ചെയ്യുക, ചിലപ്പോൾ ശരീരം കഴുകുന്ന ആളുകളുണ്ട്. ശരീരത്തിന് അതുപോലെ തന്നെ ഹെൽത്തിന്, നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാനൊരു നാച്ചുറലായിട്ടൊരു മരുന്ന് പറഞ്ഞുതരാം. ശുദ്ധമായ തേനിൽ ഈ മഞ്ഞൾപ്പൊടി, നാച്ചുറലായ മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിൽ വാങ്ങി ഉണക്കി പൊടിച്ച സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വാങ്ങി പൊടിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ അത്തരത്തിൽ കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിയത്. ചില ആളുകൾ അങ്ങനെ ബൾക്കായിട്ട് എടുത്ത് വാങ്ങി പൊടിക്കുന്ന വീടുകളിൽ തന്നെ ചെയ്യുന്ന, കൂടുതൽ വ്യവസായം ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയാലും മതി. ഈ പാക്കറ്റായി വരുന്ന സാധനം അത്ര വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ടേ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് പഠനങ്ങൾ രേഖപ്പെടുത്തിയത് ആയതുകൊണ്ട് പറഞ്ഞതാണ്. നാച്ചുറലായ മഞ്ഞൾപ്പൊടി നമുക്ക് ശുദ്ധമായ തേനിൽ എന്ത് ചെയ്യുക, അല്പം മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ തുമ്മൽ, അലർജി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. 7 ദിവസം ഏതെങ്കിലും 7 ദിവസമെങ്കിലും അത് തുടർച്ചയായിട്ട് കഴിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ തുടർച്ചയായിട്ടൊരു 7 ദിവസമെങ്കിലും ഇത്തരത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ ആശ്വാസം ഈ അലർജി പോലത്തെ വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട്. ഒരുപാട് ആളുകൾ ദ്വാരക്കണെന്ന് പറഞ്ഞൊരു വിഷയമാണ് ഇത്, അലർജിയുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ മറവി, ഓർമ്മക്കുറവ്, പലരും കുട്ടികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ട് അവസ്ഥ പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. അതുപോലെ ഇനി പ്രായമായ ആളുകളുടെ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ പല കാര്യങ്ങളും മറക്കുകയാണ്, ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കും ഈ മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ കാരണമായി തീരും. ഓർമ്മക്കുറവ് മാറാനും ആ മെമ്മറി കൂടുതലായി നിൽക്കാനൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഇഴജന്തുക്കൾ, ഇപ്പോൾ ഇതാറ് പറഞ്ഞാൽ ഈ തേനീച്ച പോലെ അല്ലെങ്കിൽ പഴുതാര, കടന്നൽ പോലത്തെ ജീവി, നമ്മൾ ഈ കുത്തുന്ന ശരീരത്തിൽ വേദനിപ്പിക്കുന്ന ജീവികളുണ്ടല്ലോ, വിഷമുള്ളതാണ്, ചെറിയ വിഷമുള്ളതാണ്, എന്നാലും വേദന എടുപ്പിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. അത്തരത്തിലുള്ള സംഗതിയിൽ പഴുതാര, അതുപോലെ കടന്നൽ, അതുപോലെ ചെലന്തി തുടങ്ങിയിട്ടുള്ള സംഗതികൾ കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ അത് ചൊറിഞ്ഞു പൊട്ടും അല്ലേ, പഴുത്തു വരും. അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടായി. ഇവർ പാമ്പ് കുത്തുന്നതിന് നോക്കി നിൽക്കണ്ട കേട്ടോ, പാമ്പ് കുത്തിയിട്ട് മഞ്ഞപ്പൊടി വാരിയിട അവിടെ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഈ ചെറിയ ജീവികളൊക്കെ കുത്തിയതിൻ്റെയൊക്കെ ആ സ്ഥലത്ത് ഈ ശുദ്ധമായ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ അത് വിഷമിറങ്ങാനൊക്കെ കാരണമായി തീരും. അവിടെ നിന്ന് മാറിക്കിട്ടാൻ ആ ഒരു പാടും അതുപോലെ തന്നെ ആ വിഷമൊക്കെ നീങ്ങിക്കിട്ടാനൊക്കെ കാരണമായി തീരും. പ്രമേഹമുള്ള ആളുകൾ, പ്രമേഹം ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കുണ്ട്. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഷുഗറുള്ള ആളുകൾക്ക് അവർക്കുള്ളൊരു പരിഹാര മാർഗം പറഞ്ഞുതരാം. നെല്ലിക്കാ നീരിലും പച്ചമഞ്ഞളിൻ്റെ നീരും നെല്ലിക്കാ നീരൂടെ മിക്സ് ചെയ്ത് സമം ചേർത്തിട്ട് വെറും വയറ്റിൽ കഴിക്കാം. പച്ചമഞ്ഞൾ, അതേ പൊടിക്കാത്ത മഞ്ഞൾ, അത് ചതഞ്ഞ് പിഴിഞ്ഞെടുത്ത അതിൻ്റെ നീരും നെല്ലിക്കയുടെ നീരൂടെ സമം മിക്സ് ചെയ്തിട്ട് രാവിലെ വെളുപ്പിന് എന്ത് ചെയ്യുക, 1 സ്പൂണോ 2 സ്പൂണോ പറ്റുന്നത്ര എന്ത് ചെയ്യാം, കുടിക്കാം. അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് അവരുടെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഷുഗർ മാറുമൊന്നുമില്ല കേട്ടോ. ഷുഗർ ഒരാൾക്ക് പറ്റേ അങ്ങോട്ട് മാറാം. ഷുഗർ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ, ഷുഗർ കുറഞ്ഞാലും പ്രശ്നമല്ലേ. ഷുഗർ നോർമൽ ചെയ്ത് കൊണ്ടുപോകാനാണ്, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് വേണ്ടത്. ഷുഗറിൻ്റെ ഇപ്പോൾ ഒരു അളവുണ്ടാവും, കൃത്യമായ ഒരു അളവ്. അതിനേക്കാൾ കൂടി വരുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിക്കുക. കുറഞ്ഞാലും പ്രശ്നമാണ്. കുറേ നാളുകൾക്ക് എന്ത് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമൽ ആകാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ രണ്ടാളും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ, പ്രമേഹം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഈ നാച്ചുറലായിട്ടുള്ള ഈ റെമഡി ഉപയോഗിക്കാവുന്നതാണ്. ഏത്, നെല്ലിക്കാ നീരിൽ പച്ചമഞ്ഞളിൻ്റെ നീരും ചേർത്തിട്ട് കഴിക്കാം. പക്ഷെ ഇതുപോലെ തന്നെ വയറിന് പ്രശ്നമുള്ള ആളുകൾ, കരൾ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, അവർക്കും ഇതുപോലെ ഇത്തരത്തിൽ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നീരെടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ നെല്ലിക്കാ നീരിൽ ചാലിച്ച് അവർക്ക് രാവിലെയോ വൈകുന്നേരമോ പറ്റുന്ന സമയത്ത് അത് സേവിച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ രോഗത്തിന്, വയറ് സംബന്ധമായ രോഗത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടും, കുറേ മാറ്റം കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പാലിൽ, നമ്മുടെ
സാധാരണ കുടിക്കുന്ന പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി കുടിക്കുകയാണെങ്കിൽ പല രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന്. അതുകൊണ്ട് നാളെ തൊട്ട് നീ ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കുക. വഴക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ മാത്രമേ കുടിക്കണുള്ളത് ചെയ്താൽ മതി. ഇനി വീട്ടിൽ എല്ലാവർക്കും കൂടെ ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചായപ്പൊടിയുടെ കൂട്ടത്തിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് മുലിയാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, എന്നെ ചീത്ത കേൾപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് കുടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന പാലിൽ എന്ത് ചെയ്യുക, മഞ്ഞപ്പൊടി ഒരല്പമൊക്കെ ഇട്ടാൽ മതി, ഒരുപാട് കലക്കണമെന്നല്ല പറയുന്നത്. ഒരല്പം ഇട്ട് എന്ത് ചെയ്യുക, കുടിച്ചാൽ എന്തുണ്ടാവില്ല, അവർക്ക് രോഗങ്ങളിൽ നിന്ന് പല രോഗങ്ങളിൽ നിന്നുള്ള മാറ്റം കിട്ടാൻ കാരണമായി തീരും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇത് അമിതമാക്കാതിരിക്കുക, അതൊന്ന് ശ്രദ്ധിക്കണം. എന്ത് കാര്യമാണെങ്കിലും ഒരു മിതത്തിൽ ചെയ്യുക, അമിതമാക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ മരുന്നായി നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും, ഇപ്പോൾ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ മരുന്നായിട്ട് ചെയ്യാൻ പറ്റിയത് പറഞ്ഞല്ലോ, പല രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട്, അതെന്താണെങ്കിലും ഒന്ന് 7 ദിവസമോ അല്ലെങ്കിൽ 11 ദിവസമോ 21 ദിവസമോ ഒക്കെ ആയിട്ട് ഒരു തർത്തിബായിട്ട് ചെയ്യാൻ നോക്കാം. അല്ലാതെ ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തില്ല 3 ദിവസം ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യാം, തോന്നുന്ന പോലെ ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു, അല്ലെങ്കിൽ 11 ദിവസം ചെയ്തു, അല്ലെങ്കിൽ 21 ദിവസത്തെ ഒരു കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിതൊരു പൊതുവായിട്ടുള്ളൊരു അറിവ് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നതാണ്. പക്ഷേ അത് നമുക്ക് ജീവിതത്തിൽ പതിവാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളായതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. പല വിഷയങ്ങളും നമ്മൾ നിസ്സാരമായി കാണുന്ന ചില സംഗതികളുണ്ട്, നമുക്ക് മാറ്റം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് രോഗികൾ നമ്മുടെ പരിസരത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പ്രയോജനമുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടാൻ ഉപകരിക്കും. അതുപോലെ നമ്മുടെ ഖുർആൻ്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഫൈസാനി തിലാവ മസായിൽ എന്ന നമ്മുടെ ചാനൽ നമ്മൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഫാത്തിഹ സൂറത്ത് പകുതിയോളം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.